8 വർഷത്തോളമായി നല്ല നിലയിൽ ജീവിക്കുന്ന ദമ്പതികളിൽ ഭാര്യ പിണക്കമുണ്ടായ സമയത്ത് ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, ഞാൻ നിങ്ങൾക്ക് അന്യയാണ്, എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നിങ്ങനെ പറയുകയുണ്ടായി. ഇങ്ങനെ പറയുന്നതിൽ അസ്വാഭാവികതയുണ്ടോ ഇസ്ലാമികമായി? എന്താണ് അതിൻ്റെ വിധി? സത്യത്തിൽ ആ ചോദ്യം ചോദിക്കാൻ കാരണം അവരവർ ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണല്ലോ അല്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളൊരു യാതൊരു ബന്ധമില്ല എന്ന് അപ്പോഴത്തെ എന്തോ ഒരു ദേഷ്യം കൊണ്ടോ മറ്റോ പറഞ്ഞു കാണും. ഇപ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ദീനി വശം എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താവിനോട് ഞാൻ നിങ്ങളെ ഒഴിവാക്കി എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാലോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നോ, എന്നെ തൊടണ്ട പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്താവില്ല, തൊലാക്കായി തീരുന്നതല്ല. നേരെ മറിച്ച് ഒരു നല്ല സ്ത്രീ അൽ വലൂദ് അൽ വദൂദ് തസവ്വജു അൽ വലൂദ് അൽ വദൂദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്നേഹനിധിയായ സ്ത്രീകളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്, വിവാഹം കഴിക്കേണ്ടത്. ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവിൻ്റെ കീഴിൽ നല്ലവളായി വഖൈറു മത്താഇയ അദ്ദുനിയ വഖൈറു മത്താഇയ അൽ മർഅ സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് എന്ന് പറഞ്ഞാൽ സദ്വൃദ്ധയായ സ്വാലിഹത്തായ ഒരു സ്ത്രീയാവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലൊരു സ്ത്രീയെക്കുറിച്ച് അവരമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടായി കഴിഞ്ഞാൽ അവൾ ഭർത്താവിൻ്റെ കൈ തൻ്റെ കൈ വെച്ച്, ഇതാ നിങ്ങൾ മാപ്പാക്കുന്നവരെ, എനിക്ക് അഫ് ചെയ്യുന്നവരെ എനിക്ക് ഒരു പോള ഞാൻ ഉറങ്ങൂല എന്ന് പറയുന്ന അവളാണ് യഥാർത്ഥ ഭാര്യ എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ദേഷ്യം കൊണ്ട് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊരുത്തപ്പെടിയിക്കുക, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങാതിരിക്കുക. ഏതായിരുന്നാലും ദീനിയായിട്ട് അവർ തമ്മിൽ തൊലാക്കോ മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല.